ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. പ്ലീസ് നോക്കൂ, കണ്ടോ? ഇടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ ക്ഷണിക്കുന്നതിന് എന്താ തെറ്റിന്? പശുവിനെ എരുമയെ വിളിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. സ്ത്രീയെ ജനിപ്പിച്ചത് എന്തിനാണ്? ആദവ ചരിത്രം എടുത്ത് നോക്ക്. എന്തിനാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്? ഇവിടെ പൂട്ടിയിടുന്ന പരിപാടിയില്ലേ? ആര്? ഓ, വലിയ പ്രശ്നക്കാരെ ഞങ്ങൾ ഇയാളെന്താ പൂട്ടിയിടാത്തത്? പുരുഷന്റെ സുഖജീവിതത്തിനും എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി സഹായിക്കാനും. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ച് കുറച്ചു നേരം ഇതെടുത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വാരിയല്ലിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച്. ഇത് വട്ട് തന്നെ. സ്ത്രീ എന്ന് പറയുന്ന പുരുഷന്റെ ഭാഗമാ. എപ്പോഴും പുരുഷൻ അധീതയായിട്ടിരിക്കണം സ്ത്രീ. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ ശരിക്കും പറഞ്ഞാൽ തുളസി സാറിന് പേടിയുണ്ടോ? ഏതെങ്കിലും നടി ഇന്നലെ നാളെ സാറിന്റെ പേര് പറയുന്നത് പേടിയുണ്ടോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട. ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പം വേറെ രീതി പറഞ്ഞു, ഞാൻ എനിക്ക് അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത ഇല്ലാതില്ല എന്ന് ഞാൻ പറയുന്നില്ല. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ഇപ്പൊ എനിക്ക് കിട്ടിയാൽ ആഗ്രഹമുണ്ട്, പക്ഷെ തരുത്തുമില്ല ഇപ്പൊ ഈ വയസ്സുകാലത്ത്. പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ഐസിയിലും 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.